കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം 2 പേരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒന്ന് തിരുവല്ലയിൽ നിന്നും വർഗീസ് ആൻഡ് അന്നമ്മയാണ്. ഈ കുടുംബം പറഞ്ഞിരിക്കുന്നത് തൻ്റെ മൂത്ത മകൻ BR കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, വിവാഹം നടക്കണം, നല്ലൊരു ജോലി ഉണ്ടാക്കണം, കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് നിറയണം. നമുക്കൊരു നിമിഷം ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് മൂത്ത മകനായി പ്രാർത്ഥിക്കുന്നു. താനായിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവിക നന്മകൾ കർത്താവെ ഈ മോൻ്റെ ലൈഫിൽ കർത്താവിൻ്റെ കൃപ ചലിക്കണം അപ്പാ, കൃപ ചലിക്കണം അപ്പാ. സാധ്യമല്ലാത്ത മേഖലയിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. അതോടൊപ്പം വിവാഹവും ജോലിയും അതിൻ്റെ നന്മകളെല്ലാം കർത്താവെ ഈ വീട്ടിലുണ്ടാകട്ടെ അപ്പാ, ഈ മക്കളിലുണ്ടാകട്ടെ. ഇളയ മകനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇളയ മകൻ്റെ ലൈഫിലും ദൈവിക നന്മകൾ കൊണ്ട് നിറയണം. ജോലിയും അതിൻ്റെ നന്മകളും ഉണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആരോഗ്യത്തെ കൊടുത്താട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ആരോഗ്യത്തെ കൊടുത്താട്ടെ. 2 മക്കളും അനുഗ്രഹത്തോടാകുവാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആരോഗ്യത്തെ കൊടുക്കണം, ദൈവിക നന്മകൾ കൊണ്ട് നിറയണം. ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, വണ്ടി നന്നായി ഓടിക്കുവാൻ തക്കോണം കൃപ കൊടുക്കണം അപ്പാ. യേശുവേ, വീടിന്മേൽ അവിടുത്തെ കരുതലുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ കരുതലുണ്ടാകട്ടെ. ഒരു ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഉണ്ടാകണം അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. എന്നാൽ അതേപോലെ തന്നെ ഒരു സ്പോൺസറും കൂടിയുണ്ട്. അത് കുന്നപ്പുഴയിൽ നിന്നും ജോസുകുട്ടിയാണ്. ഈ ബ്രദർ പറയുന്നത് ഒരു സാക്ഷ്യവുമായിട്ടാണ്. തൻ്റെ മകൾക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ജോലി ലഭിക്കുവാനിടയെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരോടും ഉത്തരം അരുളുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതേപോലെ ഈ ബ്രദർ പറയാം, മകൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം, സർവ്വ നന്മകൾ കൊണ്ട് നിറയണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മകൾക്ക് കൊടുത്ത ദൈവിക നന്മകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, മോളുടെ ലൈഫ് അനുഗ്രഹത്തോടാകണം. വിവാഹ ജീവിതം കർത്താവെ അനുഗ്രഹത്തോടാകണം. ദൈവിക സന്തോഷം കൊണ്ട് നിറയണം. അതേപോലെ ഈ വീട്ടിൽ സകല നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഇരു കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. യേശു തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് മുഴുവൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചിട്ടായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചിട്ടാണ് തൻ്റെ ശിഷ്യന്മാരോടും തന്നോടൊപ്പമായിരുന്ന വ്യക്തികളോടുമൊക്കെ സംസാരിച്ചത്. എന്നാൽ ആർക്കാണ് ഈ ആത്മലോകം വെളിപ്പെടുന്നത്, യാഥാർത്ഥ്യമാകുന്നത് ആർക്കാണ്? നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോൾ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചോ അപ്പോൾ ഞാൻ ദൈവരാജ്യത്തിന് അകത്താണായിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് നമുക്കതിനെ അനുഭവിക്കുവാനായി കഴിയുന്നില്ല? ശരിയായ വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്കാകുവാനായി കഴിയുന്നില്ല. ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് അതാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ദൈവജനം പറയുന്ന യാഥാർത്ഥ്യത്തിൽ ആകുവാൻ കഴിയുന്നില്ല? ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ സഹായിക്കട്ടെ, പുതിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നത് ഈ ഭൂമിയിലായിരുന്നെങ്കിലും അവർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നത് സ്വർഗത്തിലെ ഈ ആത്മലോകത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവിടെ നിന്നായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ. ഇത്രയൊക്കെ നിങ്ങളുടെ തലയിൽ കയറുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിതൊന്ന് പറഞ്ഞു പോവുക, കാരണം അതിനപ്പുറത്തോട്ട് പറഞ്ഞ ഒക്കത്തില്ലാത്തതുകൊണ്ട്. Something is going to happen. ഇരു കാര്യങ്ങളും ഉയർത്തിയിട്ട് പറഞ്ഞേ, Lord, we believe the supernatural world. ശിഷ്യന്മാരൊന്ന് ഞെട്ടിക്കാണും കേട്ടോ. അവർ മരിച്ചവനെ കാണാൻ പോയതാ. പക്ഷെ കല്ലിനകത്ത് ആ കല്ലുരുട്ടി വെച്ചിട്ട് കാലിന് മേൽ കാല് കയറ്റി വെച്ചിട്ട് ഒരാളിരിക്കുവോ, 2 തിളങ്ങുന്ന ആൾക്കാര്. എന്നിട്ട് അവരോട് ആദ്യത്തെ ഇൻട്രഡക്ഷൻ, മരിച്ചവരുടെ ഇടയിലാണ് ഇവരെ തപ്പുന്നേ.
അവരുടെ ശ്വാസം പകുതി പോയി കാണും കേട്ടോ. പിന്നെ അവർ ഓടുകയായിരിക്കും ചെയ്ത് കാണുക, നിന്ന് കാണത്തില്ല. അവർക്ക് നിൽക്കാനുള്ള ധൈര്യം കാണത്തില്ല, ഒരു ഓടി കാണും. ഓടി ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ, പലരോടും പറഞ്ഞപ്പോ തോമസ് പറഞ്ഞു, നീ എന്ത് വീരക്കട പറയുന്നേ? ആ വെപ്രാളത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിഞ്ഞു പോയി കാണും. പക്ഷെ പിറ്റേ ദിവസം തോമസ് കൂടെ ഉള്ളപ്പോ ദാ ഭിത്തിയുടെ നടുവ് കൂടെ ഒരാൾ വന്ന് നടുക്കി വന്ന് നിൽക്കുന്നു. ഇവരുടെയൊക്കെ ഇടപാട് കഴിഞ്ഞു കാണത്തില്ലേ? പക്ഷേ അവർക്ക് മനസ്സിലായി, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങനെ വരാം. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചാൽ അങ്ങോട്ടാ പോകുന്നേ. ഇത് പ്രസംഗിക്കുന്ന കഥയല്ല, ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇന്നവർക്ക് മനസ്സിലായി. അടുത്തിരിക്കുന്ന ആൾക്കൊരു വീഡിയോ കൊടുത്തിട്ട് പറ, ഇത് പ്രസംഗിക്കുന്ന മതത്തിന്റെ കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ചങ്കം വിരിച്ച് ഒരുത്തർ ഇങ്ങോട്ട് പോന്നു, വേറൊരുത്തൻ ചൈനയിലോട്ട് പോയി, ഇവിടെ വന്ന ആള് തന്നെ ചൈനയിൽ പോയെന്ന് എന്റെ അറിവ്. ലോകം മുഴുവനിലേക്ക് ആളുകൾ ചെതറിയിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒന്ന് അവന് പ്രസംഗിക്കാൻ തുടങ്ങി. അന്നവർ പ്രസംഗിച്ചത് പുസ്തകം പറയുന്നത് യേശുവും ക്രൂശിലെ മരണവും അതോടൊപ്പം വെളിപ്പെടുന്ന ആത്മലോകവുമാ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ ദൈവരാജ്യവുമാ പ്രസംഗിച്ചത്. നമ്മുടെ പ്രസംഗ വിഷയമൊക്കെ വേറെ വഴിക്ക് പോയി. പക്ഷെ അവര് പ്രസംഗിച്ചത് എന്തായിരുന്നു? ആത്മലോകമായിരുന്നു പ്രസംഗിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ ബ്രാഹ്മണര് പറഞ്ഞു, ഞങ്ങൾ മേളിലോട്ട് വെള്ളം എറിയുന്നു. തോമസ് പറഞ്ഞു, ഞാൻ മേളിലോട്ട് വെള്ളം എറിയാം, പക്ഷെ താഴോട്ട് വരത്തില്ല, നോക്ക. അതിനകത്തേക്ക് അവർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലായി. So they get into it. Langorono salakabaraha soko rasiliondorokobo rasalabarakabo rasini rokobo rasalakaraba. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, വെയിൻ അണ്ടിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിലെ ആക്സസും അനുഭവങ്ങളും എല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ പിതാവിൽ നിന്ന് കേട്ട പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുന്നത് വരെ ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. അത് ലഭിച്ചു കഴിയുന്നതോട് കൂടെ എന്ത് കാര്യം യാഥാർത്ഥ്യമാകും, അത് ലഭിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴേ രാത്രി പകലാവുന്നത് അറിയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? നിങ്ങൾക്കിത് കേട്ടിട്ട് സമയം പോകുന്നുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ ഇത് നമ്മളോട് കർത്താവ് മെല്ലെ മെല്ലെ ഇടപെടുമ്പോഴേ നമുക്കൊരു സമയം പോക്കും അറിയത്തില്ല. നമുക്ക് തോന്നും ഇവിടെ നിൽക്കണ്ട, അവിടെ പോവാൻ. ശിഷ്യന്മാർക്ക് അങ്ങനെ തോന്നാതിരുന്നതിൽ അതിശയമില്ല അല്ലെ? നിങ്ങളുടെ നല്ല ആമേൻ പറഞ്ഞു. എൻ പ്രിയനോടുള്ള വാസം എത്രയാനന്ദമേ, എൻ പ്രിയനോടുള്ള വാസം എത്രയാനന്ദമേ. 10,000ങ്ങളിൽ സുന്ദരനെ അഗതികൾക്കാഹാരം നൽകുന്നോരേ. 10,000ങ്ങളിൽ സുന്ദരരെ അഗതികൾക്കാഹാരം നൽകുന്നോരേ. ഓ യേശുവേ 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 നീ എൻ്റെ ആനന്ദമേ. യേശുവേ 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 നീ എൻ്റെ ആനന്ദമേ. ആനന്ദമേ ആനന്ദമേ ആനന്ദമേ
പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ ഈ പുതിയ നിയമത്തിലെ എല്ലാ അധ്യായങ്ങളുമേ, അല്ല, പുതിയ നിയമം ആരംഭിക്കുന്ന അല്ലെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, റോമർ, ഇതിനെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാവേ. ഇവരെല്ലാം തുടങ്ങുന്നത് മറ്റെന്തോ കഥ പറഞ്ഞിട്ടല്ല, ആത്മലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടാ. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? മത്തായി തുടങ്ങുന്ന ഞാൻ പറയാം. ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വംശാവലി. ജോസഫ് എന്നൊരു മനുഷ്യൻ മറിയ എന്നൊരു സ്ത്രീ പെൺകുട്ടിയെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അവർ കൂടി വരുന്നതിനേക്കാൾ മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് അറിഞ്ഞു. ശ്രദ്ധിച്ചോണേ, വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അവൾ അവനെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ, അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു ദൂതൻ അവൻ്റെ മുറിയിൽ വന്ന് അവനോട് സംസാരിച്ചു. നിങ്ങൾക്ക് വല്ല കഥയും കത്തുന്നുണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ദൈവദിനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളോട് എന്തൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അത് ആത്മലോകം വന്ന് യാഥാർത്ഥ്യമാക്കി തരുക. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവാത്മാവിലൂടെയും വചനത്തിലൂടെയും നമ്മളോട് എന്തൊക്കെ യാഥാർത്ഥ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അത് ആത്മലോകം വന്ന് യാഥാർത്ഥ്യമാക്കി തരുമോ? എന്ന് പറഞ്ഞ് ഒരു ഫാമിലിയുടെ അകത്തേക്ക് സ്വർഗം ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ സ്വർഗം ഇടപെടുന്നത് തുടങ്ങിയിട്ടാ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞ പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ ആത്മലോകം ഭൗമലോകത്തെ സ്പർശിക്കുന്നത് തുടങ്ങിക്കൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നതോ സഭ പഠിപ്പിക്കുന്നതോ ഞാൻ പഠിപ്പിക്കുന്നതോ കേൾക്കുക മാത്രമല്ല, അതിലല്ല ആയിരിക്കേണ്ടത്. ആത്മലോകം ഭൗമലോകത്ത് ഈ ഭൂമിയെ തൊടുന്നത് അനുഭവിക്കാനാണ് ഈ പുസ്തകം എന്റെ കയ്യിൽ തന്നത്. കൈയടിക്ക രാമേൻ പറ. അത് മനസ്സിലാകാനാ ഒരാളുടെ നടുവേദന മാറിയത്, ഒരാളുടെ രോഗം മാറിയത്, ഒരാളുടെ ദൂത് പറഞ്ഞത്, ഒരാൾക്ക് സൗഖ്യമായത്. ആത്മലോകം ഈ ഭൗമലോകത്തെ തൊടുന്നത്, ഈ ആത്മലോകത്തിന് ഈ ഭൗമലോകത്തിലെ സകലതും അറിയാമെന്നത്, നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കി തരാനാ. അതിന്റെ പീക്ക് എന്ന് പറയുന്നതാണ് മരിച്ചൊരാളെ എഴുന്നേൽപ്പിക്കുക എന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ആത്മലോകത്തിന് ഭൗമലോകത്തെ തൊടാൻ കഴിയുന്നതും തെളിയിക്കുന്നതാ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളല്ല, പ്രവചനങ്ങൾ, ദൂതുകളല്ലാതെ. പക്ഷെ കുറച്ചും കൂടെ കയറി ഡീപ്പറായ ലെവൽ, അടുത്ത ലെവൽ എന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തിൽ മരിച്ചാലും ആത്മലോകത്തിന് എഴുന്നേൽപ്പിക്കാം എന്നതാണ് അടുത്ത ലെവൽ. അതുകൊണ്ട് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഈ ലോകം കൊന്നപ്പോ അവര് പറഞ്ഞു, വെയിറ്റ്, ഞങ്ങൾ ഇവിടെ ഉള്ളത് അതിനെ കൊണ്ടുപോകാനല്ല, തിരിച്ചുവോ എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. അവരുടെ പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചു വിളിച്ചു. ഇങ്ങനെ ഇടപെടല്ലേ? ഇത് ഞാൻ പറയുന്നത് ശരിയാണ് എങ്കിൽ ഇനി നിങ്ങളോടും സഭയോടുള്ള ദൂത, എന്നോടുമുള്ള ദൂത, ഈ ദിവസങ്ങളിൽ ഇത് വെളിപ്പെടാനായി പോകുന്നു. ഇത് മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. ഞാൻ ഇന്ന് കർത്താവിനോട് പറയുന്ന ഒരേ ഒരു കാര്യം, ആത്മലോകത്തെ കൂടുതൽ 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 ഗ്രഹിക്കുന്നതനുസരിച്ച് മരണത്തെ നമ്മൾ പറയും, നിൽക്കടാ അവിടെ എന്ന് അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ എഴുന്നേറ്റ് വരും. യേശുവെന്ന് ഉറക്കെ വിളിച്ച് നിങ്ങളിൽ ചിലർ മരണത്തെ വെല്ലുവിളിക്കുന്നവരാകും.
ദാനിയേൽ സിംഹക്കുഴി കിടക്കുമ്പോ ദാനിയേലിന് മനസ്സിലായി ഈ ലോകത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല. പുള്ളി വന്നപ്പോ സിംഹങ്ങളെല്ലാം വായടച്ച് ഉപവാസ പ്രാർത്ഥന നടത്തുക. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ താഴോട്ട് വന്നപ്പോ തീ പറഞ്ഞു, ഓ ഇവരുടെ ഉള്ളിലുള്ള സാധനം തന്നെ എന്റെ അകത്തുള്ളത്, ഇനി അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല, കത്തത്തില്ല. ഒരുവൻ വാളുകൊണ്ട് ചിലരെ വെട്ടാൻ നോക്കിയപ്പോ ഭൗമലോകത്തിലുള്ളവൻ ഒരുവനെ വെട്ടാൻ നോക്കിയപ്പോ പറഞ്ഞു, ഇത് അങ്ങോട്ട് കേറത്തില്ല, ഈ വാൾ അങ്ങോട്ട് ചെല്ലത്തില്ല, ഈ ലോകത്തിന്റെ ആളല്ല. എണ്ണയിലിട്ടാൽ ഫ്രൈ ചെയ്യാൻ പറ്റാവുന്നതാണ് ലോകത്തിന്റെ പ്രൂഫ്, പക്ഷെ എണ്ണയിൽ കിടന്നാലും ഞാൻ വറക്കില്ലെന്ന യോഹന്നാന്റെ പ്രൂഫ്. ഭയങ്കര ഇടപാടാ കേട്ടോ ഭർത്താവേ. എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്കിവിടെ അവസാനിപ്പിക്കാവേ. എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മലോകം എത്രത്തോളം ആളുകൾ അറിയുന്നു അവര് സൂപ്പർ ഹ്യൂമൻസ് ആയിരിക്കും. അവർ അസാധാരണക്കാരായിരിക്കും. എങ്കിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, ഒരു കൂട്ടം അസാധാരണക്കാരിൽ നിന്ന് നടുവിൽ എഴുന്നേൽക്കും. ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ എഴുന്നേറ്റ് വരും. Come on, come on, come on, come on, come on, come on, come on. യേശു എന്ന് വിളിക്കേ. ആമേൻ. യേശുവേ, നീ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പകൽ അത് റിസീവ് ചെയ്യ്. റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. Janiando cosa calarana koto. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ ഈ ആത്മലോകത്തിലേക്ക് കയറാമെന്നാ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ. അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശു എന്ന യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എവിടേക്ക് കയറാം? മറന്നുപോയോ? മറന്നുപോയോ? യേശു എന്ന യാഥാർത്ഥ്യത്തെ, ദൈവത്തെ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാവോ? മത്തായി 16 യേശു ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു യേശു ദൈവപുത്രനാണെന്ന്. ഒരാൾ വന്നേ. മത്തായി 16 പത്രോസിന് മനസ്സിലായി യേശു ദൈവപുത്രനാണെന്ന്. 17 ആയപ്പോൾ കർത്താവ് ഒരു തീരുമാനം എടുത്തു, അവനെ നേരെ മലമുകളിലോട്ട് കൊണ്ടുപോയി. 16 യേശു ദൈവപുത്രനാന്ന് ഇവർക്ക് മനസ്സിലായേ. അതിനു മുമ്പ് വരെ കർത്താവ് അത് ചെയ്തില്ല. 17 കർത്താവ് പറഞ്ഞു, ഇനി നിന്നെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, ഞാൻ മരിക്കണേക്കാൾ മുമ്പ് അത് കാണിച്ചു തരാം. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. യേശു മരിക്കണേക്കാൾ മുമ്പ് മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മരിച്ചു എന്ന്, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ 2 ആൾ അവിടുന്ന് വന്നു. ഇവിടെ ജീവനോടിരിക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെന്നു. ആ ഒരു ഡിസ്കഷൻ നടക്കുക. അയ്യോ, ജിജോ വല്ല മനസ്സിലാവുന്നോ? യേശുവിലുള്ള ആൾക്ക് അങ്ങോട്ടും ചെല്ലാം, അവിടുന്നുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും വരാം. ഒരു ദൂത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വിഷമിക്കണ്ടേ, അങ്ങോട്ട് പോയി കാണണ്ടേ. യേശുവിനെ ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ ആ രാജ്യത്തിനകത്ത് കയറി. ശിഷ്യന്മാരെ എല്ലാവരെയും കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് പന്തിവശം കാണിക്കുന്ന പരിപാടി കൊള്ളത്തില്ല എന്ന് പറഞ്ഞേ. സ്വർഗം പറഞ്ഞോടാ, 3 ശരിക്കും മനസ്സിലായിട്ടുള്ളൂ ഞാൻ ആരാന്ന്. അവരെ കൊണ്ട് പോകാനൊക്കത്തുള്ളൂ. എന്റെ വിചാരം ദൈവത്തിന് 3 പേരോട് ഒരു സ്പെഷ്യലായ ചിന്തയുണ്ടെന്നാ. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ. ഇപ്പത്തെ ബോധം അതല്ല.
അവർക്ക് 3 കുറച്ചും കൂടെ കാര്യം മനസ്സിലായി. അവരെ കൊണ്ടുപോയാലേ കാര്യങ്ങൾ തുറന്നു വരത്തുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു എന്റെ കൂടെയുള്ള ശിഷ്യന്മാരിൽ ചിലരെ സെപ്പറേറ്റ് ചെയ്യാന്നാണ്. എന്നാൽ ഇന്ന് കാര്യം മാറി. ആരെയാ സെപ്പറേറ്റ് ചെയ്യേണ്ടത് എനിക്കറിയാം. ആർക്കാ ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നതോ അവനെയാ സെപ്പറേറ്റ് ചെയ്യണ്ടേ. യേശു ചെയ്തത് കണ്ടോ? ആർക്കാണോ ചില രഹസ്യങ്ങളെ, ആത്മീയമായ ചില മർമ്മങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർക്ക് മാത്രമാണ് ചിലതിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനായി കർത്താവിന് കഴിഞ്ഞുള്ളൂ. കർത്താവിന് എല്ലാവരോടും ഒരേപോലെയാണ് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം. പക്ഷെ ചിലർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇതേപോലെയാണ് ദൈവജനത്തെ എത്രത്തോളം എനിക്കറിയാമോ, അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ ഉള്ളിൽ ഞാൻ അതിൽ ജീവിക്കുന്നുവോ അത്രത്തോളം മാത്രമേ ചില യാഥാർത്ഥ്യങ്ങളെ എനിക്ക് അനുഭവിക്കുവാനായി കഴിയത്തുള്ളൂ. ലൈഫ് മാറട്ടെ, ആത്മീയമായി അടുത്ത നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ. വലിയ നന്മയിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് മേരി എന്നാണ്. കോതമംഗലത്ത് നിന്ന് കടന്നു വരുന്നു. കോതമംഗലം 2016 ഉണ്ടായ ഒരു അനുഭവ സാക്ഷിയാണ് അവർക്ക് പറയാനുള്ളത്. 2016 നടന്ന കാര്യമാണ്. അവരുടെ മകളുടെ കുഞ്ഞ് എന്നും രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കുമായിരുന്നു. പക്ഷെ ബ്രദർ 2016 നമ്മൾ ടൗൺ ഹാളിലെ മീറ്റിംഗ് ഇവർ വന്നപ്പോൾ മൂത്രമൊഴിക്കുന്ന കുട്ടിയുടെ യൂറിനറി ഫംഗ്ഷന്റെ കാര്യം ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കുഞ്ഞുക്കിടക്കയിൽ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അന്ന് മാറി. ഇന്ന് അമ്മയ്ക്ക് ഒരു സൗഖ്യം കൂടെ കിട്ടിയിട്ടില്ലേ പോന്നെ? അടുത്ത മാസം നമുക്ക് സാക്ഷ്യം പറയാവേ. സിസ്റ്ററുടെ പേര് ലിനറ്റ് ജെയിൻ, വൈപ്പിൽ നിന്ന് വരുന്നു. ഈ സിസ്റ്റർക്ക് ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം ടൗൺ ഹാള് മീറ്റിംഗിൽ വെച്ച് ബ്രദർ സിസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നടുവേദനയുണ്ട്. ചേച്ചിയുടെ നടുവിന് പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞേട്ടെ. എന്നിട്ട് നടുവേദനയുണ്ട്, സിസ്റ്ററിനുള്ള എല്ലാ അസുഖങ്ങളും പൂർണ്ണമായി മാറുന്നുവെന്ന് ബ്രദർ അങ്ങോട്ട് പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ സിസ്റ്റർ ആലപ്പുഴയിലാണ് ആദ്യം കൂടിയത്. അത് മരിക്കാൻ തയ്യാറായിട്ട് പോയതാണ് ഞാൻ അന്ന് എന്റെ വീടിന്റെ പ്രശ്നം കാരണം. ഇപ്പൊ എല്ലാ അസുഖവും മാറിയോ? എല്ലാം മാറിയിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആൾക്കാരോട് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് ബ്രദറെ, കുറെ വേറെ ആൾക്കാരോടും കർത്താവിനെ പറയുന്നുണ്ട്. ബ്ലെസ് യു. നമ്മുടെ കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നത്. സിസ്റ്ററിന്റെ പേര് ശാന്ത എന്നാണ്. സിസ്റ്റർ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ കാല് കല്ലിൽ തട്ടിയിട്ട് ആ കാലിലെ ചെറുവിരലിന്റെ എല്ലൊടിഞ്ഞു പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ എല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞു. കാലിന് നീരായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, ജോലിക്കെങ്ങും പോകരുത്, കുറേ നാളത്തേക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സിസ്റ്റർ പറഞ്ഞു ഞാൻ റെസ്റ്റ് എടുക്കില്ല, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഏപ്രിൽ മാസത്തെ മീറ്റിങ്ങിന് സിസ്റ്റർ കടന്നു വന്നു. ആ ഏപ്രിൽ മാസത്തെ മീറ്റിങ്ങിന് ബ്രദറ് കാലൊടിഞ്ഞ് ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞു എന്റെ കാലും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും, ഇന്ന് എന്റെ കാലിലെ നീരും വേദനയും മാറുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ കാല് സൗഖ്യമായി, നീരും വേദനയും മാറിപ്പോയി. സിസ്റ്റർ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. കാലിലെ നീരും വേദനയും എല്ലാം മാറിപ്പോയി. താങ്ക് യു വെരി മച്ച്. സന്തോഷത്തോടെ പോകാം. ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ജീവിക്കുന്ന ഒരു കർത്താവിനെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ സൗഖ്യത്തിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ കാണിക്കുന്ന സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്, ആ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിന് എല്ലാം ചെയ്യാനായി കഴിയും. എൻ്റെ ലൈഫിലായിരിക്കുന്ന സകലത്തെയും അത് നേരെയാക്കാനും ക്രമീകരിക്കുവാനും ആ സാന്നിധ്യത്തിന് കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അപ്പോൾ കർത്താവെ, അപ്പോൾ അങ്ങേ അനുഭവിക്കുവാൻ, അപ്പോൾ ആ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ, അത്ഭുതങ്ങളിൽ ജീവിക്കുവാൻ കർത്താവെ
അങ്ങ് ഞങ്ങളെ വേർതിരിച്ച് അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. താങ്ക് യു ജീസസ്. ഐ മീൻ തൻ്റെ ശരീരത്തിൽ തീ പൊള്ളിയതിനെ തുടർന്ന് കാലിൻ്റെ ഭാഗത്ത് പ്രയാസത്തോടെ ആയിരിക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് കാണാം, ഒരു വ്യക്തി എനിക്ക് കാണാം. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. അതിനെ ചൊല്ലി പല വാക്കുകളും പറഞ്ഞിട്ടാണ് ആ സിസ്റ്റർ ഇപ്പോഴായിരിക്കുന്നത്. ഐ മീൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നല്ലോ, ഞാനിങ്ങനെ ആയല്ലോ, ഐ മീൻ പല വാക്കുകളും പറഞ്ഞു വേദനയോടാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. എന്നാൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സൗഖ്യമപ്പാ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അത് ചലിക്കട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ ലിവറിന് പ്രയാസത്തോടായിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. ഐ മീൻ ലിവർ ബൾജായ പോലെ അനുഭവത്തിലാണ് ആയിരിക്കുന്നത്, വീങ്ങിയിരിക്കുന്ന അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കർത്താവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്. ഐ മീൻ താനൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഐ മീൻ താൻ ആ ജോലി പ്രതീക്ഷിച്ച് തനിക്കൊരു കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് താനായിരിക്കുന്നത്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ വലിയ കരം ചലിക്കുകയാണ്. വാതിലുകൾ തനിക്ക് മുമ്പിൽ ഓപ്പൺ ആവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അപ്പായി കാണുന്ന കുടുംബങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കണം അപ്പാ, അവിടുത്തെ പ്രവൃത്തി ഉണ്ടാക്കണം അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഐ മീൻ എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ, അവനിൽ സന്തോഷിക്കാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.